കാര്യപരിപാടികളിലേക്ക് കടക്കുമ്പോൾ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടർമാർ ആശുപത്രിയിലെത്തി മഹിജയെ പരിശോധിക്കുകയാണ്. ഡോക്ടർ പ്രതിപക്ഷ നേതാവും ഡോക്ടർ KPCC പ്രസിഡന്റും പരിശോധിച്ചപ്പോൾ കണ്ടെത്താനായത് ചില ജനിതക പ്രശ്നങ്ങളാണ്. അത് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ നിന്നുണ്ടായതാണത്രേ. EMS സർക്കാരിൻ്റെ 60-ാം വർഷം ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിന് ഈ ഒരു ദുർഗതി വന്നത്. പോലീസിൻ്റെ ഭാഗത്ത് ഇത്രയും നിഷ്ഠൂരമായ ഒരു കടന്നാക്രമണവും അപമാനവും ഉണ്ടാകാനുള്ള എന്ത് സാഹചര്യമാണ് ആ പാവങ്ങൾ ചെയ്തത്? മകൻ നഷ്ടപ്പെട്ട് എല്ലാം ഇല്ലാതായ ദുഃഖം പേറി വന്ന ഒരു മാതാവിനോട് ഒരിക്കലും പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് അവരെ കൂടുതൽ വേദനിപ്പിച്ചത്. വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി വീട്ടിൽ വിശ്രമിക്കുകയാണെങ്കിലും ഇങ്ങനൊരു കക്ഷി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർ VM സുധീരന് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. ആഭ്യന്തര വകുപ്പിനെ ബാധിച്ച തളർവാദമാണ് രോഗത്തിന്റെ അടിസ്ഥാന കാരണമെന്നാണ് ഡോക്ടർ സുധീരൻ കണ്ടെത്തിയത്. തുടർച്ചയായി ആഭ്യന്തര വകുപ്പ് ഒന്നിനു പുറകെ മറ്റൊന്നായി പാളിച്ചകളിൽ നിന്നും പാളിച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും പടർന്ന് കേരളം സംഘർഷങ്ങളുടെ നാടായി മാറിയ അതിനുത്തരവാദിയായ ആഭ്യന്തര വകുപ്പ് സാമാന്യ നീതി, ഇരകൾക്ക് സാമാന്യ നീതി ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് വിടണം, മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പണ്ട് വിജിലൻസിന് പനി പിടിച്ച കാലത്തെ ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുന്നവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും അവരാരാണെന്നും ആഭ്യന്തരമന്ത്രിക്ക് ശരിക്കറിയാം. ഇത് പ്രശ്നങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കി അതിലൂടെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നതിൽ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. അത് നാം മറക്കരുത്. അവരെ തിരിച്ചറിയാനാവണം, അവരെ ഒറ്റപ്പെടുത്താനും കഴിയണം. അതാണ് ഏറ്റവും പ്രധാനം. പ്രശ്നങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കി അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നവർ, അത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത്തരക്കാരാരാണ് എന്ന് പൊളിമിക്സിനറിയില്ല. എന്നാൽ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ പറ്റില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവർക്ക് ആരുമില്ല എന്ന് കരുതണ്ട. കേരളത്തിലെ ജനങ്ങൾ അവരോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ആരും രാഷ്ട്രീയം കളിച്ചിട്ടുമില്ല. 90 ദിവസക്കാലം ഞങ്ങളെല്ലാം ആ വീട്ടിൽ പോയതാണ്. എല്ലാവരും പോയതാണ്. പോകാത്ത ഒറ്റ ആളേ ഉള്ളൂ കേരളത്തിൽ. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പോയി, VM സുധീരൻ പോയി, MMSN പോയി, ഉമ്മൻചാണ്ടി പോയി, ഞാൻ പോയി, എല്ലാവരും പോയി. പോകാത്ത ഒറ്റ ആളേ ഉള്ളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ കുടുംബത്തോട് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്ര വലിയ ക്രൂരത കാട്ടുന്നതെന്ന് എനിക്കറിയില്ല. ക്രൂരത തുടങ്ങിയ ക്രൂരമായ വാക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ പോവാത്തത് എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം. ആ വലിയ മനസ്സറിയുന്നവർക്ക് ശരിക്കറിയാം. ഇവരെങ്ങനെ പ്രതികരിക്കുന്നറിയാമോ? നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഏഷ്യാനെറ്റിന് ഉറപ്പുണ്ടോ? പറ. മോശമായി പ്രതികരിച്ചാലോ? അതുകൊണ്ടാണ് പോവാ ഞാൻ. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവര് പ്രതികളെല്ലാം പിടിച്ചിട്ട് എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം പോയില്ലേ? എന്തു ചെയ്യും?
അല്ല, ഇന്നലത്തെ ഒരു ഇൻസിഡന്റിന് ശേഷം ഓ അങ്ങനൊന്നുമില്ല. എന്നാ ഇൻസിഡന്റ് അവരുണ്ടാക്കിയതില്ലേ? അത് ശരിയാണ്. പ്രതികളെ പിടിച്ച ശേഷമേ എന്നെ കാണാൻ വരാവൂ എന്നൊരാൾ നിബന്ധന വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ 2 വഴികളല്ലേ ഉള്ളൂ. ഒന്നുകിൽ പ്രതികളെ പിടിക്കുക, അതിന് പറ്റില്ലെങ്കിൽ അയാളെ കാണാൻ പോകണ്ട എന്ന് വെക്കുക. അതല്ലേ മുഖ്യമന്ത്രി ചെയ്തുള്ളൂ. പിന്നെ ഇന്നലത്തെ സംഭവം ഓ അങ്ങനൊന്നുമില്ല. എന്നാ ഇൻസിഡന്റ് അവരുണ്ടാക്കിയതില്ലേ? ഇതിപ്പം DGPന്റെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇപ്പം പോലീസുകാരെ കാട്ടിക്കൂട്ടലല്ലേ ഇത്. അപ്പോൾ അതൊന്നും അറിയില്ല, ഞാൻ കേട്ടില്ല. ഇപ്പം പോലീസിനെതിരെയാണ്. അല്ല, എനിക്ക് ചവിട്ടെല്ലാം കിട്ടി. ചവിട്ടി കിട്ടിയതിന് ശേഷം ഞാൻ നിലത്ത് വീണത്. അപ്പോൾ ആടുന്നാണ് എന്നെ പിന്നെയാണ് വനിതാ പോലീസ് വലിച്ചടിച്ച് വണ്ടി കാറ്റുന്നതും. പിന്നെ വണ്ടിയിൽ നിന്ന് എനിക്ക് ക്ഷീണം വന്നേ, അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇവർ വണ്ടി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കുറച്ച് ദൂരെയാണ് നിർത്തിയത്. അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോവുക ചെയ്തത്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനാണ് എന്നതാണല്ലോ ഒരു വലിയ കാര്യമായി കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ തത്വശാസ്ത്രം. ഈ സൂചി പൊന്നിന്റെ ആണേലും കണ്ണെ കുത്തിയാൽ കണ്ണുപോകും. മനസ്സിലായില്ലേ? അവര് മറ്റു പലരുടെയും കൈകൾ കളിക്കുകയാണ്. നമ്മൾ ഖേദത്തോടു കൂടിയാണേലും പറയാം, ഇങ്ങനെ തന്നെ കൊടുക്കണം. RSS BJPന്റെ കയ്യിലാണ്. ഉണ്ടല്ലോ, വേറെ ആരുമില്ല. ഉണ്ടല്ലോ, അല്ലെ സന്യാസി ഉണ്ടല്ലോ, അല്ല വേറെ ആരും UDF ഉണ്ട്. കേട്ട പാറി ഹർത്താലല്ലേ? UDFകാരുണ്ട് വീണ് കിട്ടിയതുപോലെ. മനസ്സിലായില്ലേ? അതാ ഹർത്താൽ വിരുദ്ധ ഹർത്താൽ നടത്തിയിട്ടുള്ള ഹസൻജിക്ക് പോലും ഹർത്താൽ അനുകൂലിയാകേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. ഹർത്താലുകൾക്ക് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഞാൻ ഹർത്താൽ നിരോധിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹർത്താൽ നിയന്ത്രിക്കാനാണ് ഇപ്പം ബില്ല് കൊണ്ടുവന്നപ്പോൾ. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം ഇതിനു മുമ്പ് ഹർത്താൽ UDF പ്രഖ്യാപിക്കുമ്പോൾ അതിശക്തമായി അതിനെ പ്രതിഷേധിക്കുകയും ഹർത്താൽ മാറ്റിവെക്കാൻ ഞാൻ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ ഉണ്ടായത് എൻ്റെ എല്ലാ വാദഗതികളെയും ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള അതിക്രൂരമായ ഒരു മർദ്ദനത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കാരണം ജനങ്ങളുടെ അത്രമാത്രം ശക്തമായിട്ടുള്ള പ്രതിഷേധം അങ്ങനെ അലയടിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ ഹർത്താൽ ഒഴിവാക്കണമെന്ന് എൻ്റെ വാദത്തിന് ദുർബലപ്പെട്ടുപോയി. ആ ഹർത്താൽ കണ്ടു രസിക്കാം. ഒരു ഇടവേള കഴിയട്ടെ. എല്ലാ രാഷ്ട്രീയ ഭൂകമ്പങ്ങളുടെയും എന്നതുപോലെ ഈ ഹർത്താലിൻ്റെയും പ്രഭവ കേന്ദ്രം തിരുവനന്തപുരം തന്നെ. SUCIക്കും BDJSനും ആം ആദ്മി പാർട്ടിക്കും വരെ അവരുടെ കൊടി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കാൻ ഒരവസരം കിട്ടി. പക്ഷെ കോഴിക്കോട്ടെ ഹർത്താൽ കോൺഗ്രസുകാരാണ് മുതലാക്കിയത്. LIC ഓഫീസിനകത്തേക്ക് പ്രവേശിച്ച ഒരു ജീവനക്കാരനെ ഹർത്താൽ അനുകൂലി വലിച്ചു പുറത്തിട്ടപ്പോൾ കോഴിക്കോട്ടെ DCC പ്രസിഡന്റും KPCC സെക്രട്ടറിയും കൂടി തടയുന്നതാണ് ഈ കണ്ടത്. ഇത്രയെങ്കിലും ബുദ്ധി DGPക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഹർത്താൽ ഉണ്ടാകുമായിരുന്നില്ല. അമ്മയുടെ വേദന അറിയൂലേ?
അങ്ങനെ പറയാനല്ലാതെ അടിച്ചു നിരത്താൻ നേതാക്കൾ സമ്മതിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം KSUക്കാർ സമരം ചെയ്തപ്പോൾ അടിച്ചു നിരത്തി. KSUക്കാരല്ല, പോലീസ്. എല്ലാ പ്രക്ഷോഭവും സമാധാനപരമായിട്ട് നടത്താൻ കഴിയില്ല. സമാധാനപരമായിട്ട് സമരം നടത്തുന്ന മാനസികാവസ്ഥയിലുള്ള കേരളത്തിലെ രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ. പക്ഷെ ഞങ്ങൾ പരമാവധി സംയമനം പാലിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വളരെ മനഃപൂർവ്വമായി ഞാൻ പിടിച്ചു മാറാൻ ശ്രമിക്കുമ്പോൾ എന്നെ തെരഞ്ഞു പിടിച്ചടിക്കുകയായിരുന്നു. ഉദ്ഘാടനം ചെയ്തു പോയി അല്ല, ഏത് വിട്ടുപോയാൽ ഞാൻ തിരിച്ചു വന്നിട്ട് കുട്ടികൾ തിരിച്ചു വരാൻ പറയുകയായിരുന്നു, അകത്തുനിന്ന് വെളിയിൽ വരാൻ പറയുമായിരുന്നു. അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് മർദ്ദിക്കുകയായിരുന്നു. നടത്തിക്കോട്ടെ, പക്ഷെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കണ്ട. വയനാട്ടിൽ ചില വാടകക്കാർ ഈ ഹർത്താൽ അങ്ങ് ആഘോഷിച്ചു. ഏതായാലും BJPക്ക് ഇത്രയും ദയനീയമായ അവസ്ഥയില്ലല്ലോ. ഇവരെ മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്തത് അവനേ വഴിയുള്ളൂ. പണ്ട് KSUക്കാർ 3 ആളുകളെ വാടകയ്ക്കെടുത്തതുപോലെ. ഹർത്താൽ അങ്ങ് കൊല്ലത്താണ്. കൊല്ലത്ത് സമരം എന്തിനാണെങ്കിലും മുദ്രാവാക്യം പീഡനത്തിനെതിരായിരിക്കും. കാരണം അവിടെ ഇപ്പോൾ അതാണല്ലോ നാട്ടുനടപ്പ്. ആലപ്പുഴയിൽ അവസ്ഥ വേറെയാണ്, രാഷ്ട്രീയ കാലാവസ്ഥയും വേറെയാണ്. അതുകൊണ്ട് മന്ത്രി പോലും UDFന്റെ ഹർത്താലിനെ ആദരിച്ച് കാർ അങ്ങ് ഒഴിവാക്കി. RSSുകാർ കൊന്ന ഒരു മുൻ RSSുകാരൻ്റെ മൃതദേഹം കാണാനെത്തിയതാണ് സഖാവ് മന്ത്രി. എല്ലാ അർത്ഥത്തിലും വളരെ മൃഗീയമാണ്, ബ്രൂട്ടലാണ്. 17 വയസ്സുള്ളൊരു കുട്ടിയെ +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആലപ്പുഴ ഇന്നലെ രാത്രി വന്നു, അപ്പോഴാണ് ഇവരും അറിയുന്നത്. വളരെ ബ്രൂട്ടലാണ്. നമ്മൾ അദ്ദേഹത്തിന് മറ്റു ചില സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു, അതിൽ നിന്ന് വിട്ടു. ഇപ്പം ഈ മയക്കുമരുന്നിനും മദ്യമാഫിയക്കെതിരെയുള്ള ഒരു പ്രവർത്തനത്തിലൊക്കെ ചെറുതായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സെറ്റിൻ്റെ പിന്തുണയോടുകൂടി ചെയ്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത്.
കർശനമായ നടപടി പോലീസ് എടുക്കാൻ സംശയമില്ല. ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ 4 ഇടതുപക്ഷ സഹാക്കളെ കൊല ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ. ആറ്റപ്പള്ളി 2, 4 5 ഉണ്ട്. ഇതൊന്ന് 3, അത് കേസുണ്ട്, 5 കേസുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും എണ്ണി വന്നപ്പോൾ സഖാവ് ഇതും കൊല്ലപ്പെട്ട ഇടതുപക്ഷ സഖാക്കളുടെ എണ്ണത്തിൽ അങ്ങ് കൂട്ടി എന്ന് വെച്ച് ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ അതിലെ ഒരു ആസൂത്രിതമായിട്ട് ഇങ്ങനെ ഈ 5 പേരെ കൊന്നപ്പോഴും അവരാരും ഒരു കുറ്റവും ചെയ്ത സമയത്തല്ല, ആ സമയത്ത് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. അതേപ്പറ്റി ചില കേസുകളിലൊക്കെ പോലീസ് കുറച്ചുകൂടി ശക്തമായി പ്രതികളെ പിടിക്കാനുണ്ട്. അത് പോലീസ് പിടിക്കും. ഇടതുപക്ഷ മുന്നണി കൂടിയിട്ട് അവർ നാളെ ജില്ല മുഴുവൻ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ കൺവീനർ നാസറിനോട് പറയുകയുണ്ടായി. CPM ജില്ലാ സെക്രട്ടറി സജീവ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. അത് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രതിഷേധമാണ്, അത് നടക്കട്ടെ. 2 മാസത്തിനകം ഒരു ജില്ലയിൽ 5 ഇടതുപക്ഷ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നും അതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹർത്താൽ നടത്തുകയാണെന്നും ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ പിന്നെ സംസ്ഥാനത്ത് ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്ന് പ്രതിപക്ഷം ന്യായമായും ചോദിച്ചു പോവില്ലേ? എന്നാൽ ആലപ്പുഴയിലെ പ്രതിപക്ഷം അങ്ങനെയൊന്നും ചോദിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അവർ LDFന്റെ ഹർത്താലിൽ അങ്ങ് കൂടിക്കൊടുത്തു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവണം മന്ത്രി ആദ്യം തന്നെ അവരുടെ ഹർത്താൽ വിജയിപ്പിച്ചു കൊടുത്തതും. അതാ വരുന്നു ആ പ്രതിപക്ഷം, ആലപ്പുഴയിലെ പ്രതിപക്ഷം, ഇപ്പോഴത്തെയും മുന്നത്തെയും DCC പ്രസിഡന്റുമാർ. ചേർത്തല പട്ടണക്കാട് കളപ്പുരയ്ക്കൽ ശ്രീ അശോകൻ്റെ മകൻ അനന്തിനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയിൽ പ്രതിഷേധിച്ച് RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയിൽ പ്രതിഷേധിച്ച് നാളെ ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം സ്കൂളിലെ ഒരു ചെറിയ തർക്കത്തെ, സ്കൂളിലുണ്ടായ കുട്ടികൾ തമ്മിലുള്ളൊരു ചെറിയ തർക്കത്തെ ഊതി വീർപ്പിച്ച് ആ പ്രശ്നം RSSൻ്റെ പ്രവർത്തകർ ഏറ്റെടുത്ത് ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇത്തരം ഫാസിസത്തിനെതിരായി പ്രതികരിക്കാൻ ശക്തമായി കേരളത്തിൻ്റെ ജനാധിപത്യ സമൂഹം പ്രതികരിക്കേണ്ടതുണ്ട്. നാളെ ജില്ലയിലാകമാനം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തും. കൂടുതൽ പ്രതികളെ ഇതിലിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് കൂടാതെ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് RSSും മുൻകാലങ്ങളിൽ CPMും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പ്രതിഷേധിച്ച് നാളെ ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി തന്നെ ആചരിച്ചുകൊണ്ട് നാളെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ജില്ലാതലത്തിൽ ഹർത്താലിനും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയാണ്. 2 ദിവസം കൊണ്ട് 3 കക്ഷികളുടെയും ഹർത്താൽ ആഘോഷിക്കാൻ സാധിച്ച ആലപ്പുഴക്കാരോട് അസൂയപ്പെട്ടുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനം ഇങ്ങനെ കലങ്ങി മറിയുമ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയ ചരിത്രം അയവിറക്കുകയാണ്. 60 വർഷം മുമ്പ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ ചരിത്രം, അതിന് ജനാധിപത്യ വിരുദ്ധ സമരത്തിലൂടെ അട്ടിമറിച്ചതിൻ്റെ ചരിത്രം, അതെല്ലാം അയവിറക്കിക്കൊണ്ട് അദ്ദേഹം വിമോചന സമരത്തിൻ്റെ പിന്മുറക്കാരെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതി സ്വീകരിച്ച് അന്നത്തെ അധികാരമോഹത്തിൻ്റെ ഭാഗമായി ഒരിടത്തെങ്കിലും വ്യത്യസ്തമായി ഒന്നിനെ പൊറുപ്പിക്കില്ല എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടി തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കാണിക്കലാണ്. ഒന്നുകൂടി കടന്നാൽ അക്കാര്യത്തിൽ ഒരു ജനാധിപത്യ ധ്വംസന നടപടിയായിപ്പോയി, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയാനുള്ള മര്യാദ കാണിക്കലാണ്. പക്ഷേ അത്രത്തോളമൊന്നും ഹൃദയവിശാലത ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്തവർക്ക് ആ തരത്തിൽ പറയാനും കഴിഞ്ഞില്ല. ഒരു ജനാധിപത്യ ധ്വംസന നടപടി സംഭവിച്ചു പോയാൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള ഹൃദയവിശാലതയൊന്നും ഇക്കാലത്ത് ആർക്കുമില്ലല്ലോ സഖാവേ. ഉണ്ടായിരുന്നെങ്കിൽ
അങ്ങേക്കു തന്നെ ഇവിടെ വെച്ച് തന്നെ ഇവരോടത് പ്രകടിപ്പിക്കാമായിരുന്നല്ലോ. മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ താമസിച്ചു പോയി എന്ന് മാത്രം. എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരമാണ് അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് നിലപാടെടുക്കാൻ പറ്റണം, അവർ നമ്മുടെ ശത്രുക്കളല്ല. ശത്രുതാഭാവത്തോടെ കാണാൻ പാടില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അതിന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കണ്ട. അത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോഴാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും വരാതെ തന്നെ അവരെ ശത്രുക്കളായി കാണുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ അവരെ ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്, അത്തരം ആളുകൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്ന ചിന്ത പൊതുവിലുണ്ടാവണം. ആ ചിന്ത ഔദ്യോഗിക തലത്തിലെല്ലാം ഉണ്ടാവുകയും വേണം. ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കേണ്ടവരല്ല ഇവർ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഈ മുഖ്യമന്ത്രിക്ക് ഭരിക്കാനറിയില്ല എന്നൊന്നും ആരു പറഞ്ഞാലും പൊളിമിക്സ് വിശ്വസിക്കില്ല. ഭരണമൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം. നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നത് പോലെ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ വിപുലമായ തോതിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടിയും സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രോഗ്രസ് കാർഡ് മന്ത്രിസഭയുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലെ പൊളിമിക്സിന് സംശയമുള്ളൂ. മഹിജ സംഭവമെങ്ങാൻ ആ റിപ്പോർട്ടിൽ വന്നാൽ തീർന്നു കഥ. ഇപ്പോൾ ഈ സംഭവം ഈ സർക്കാരിന് ഒരു ബ്ലാക്ക് മാർക്കാണ്. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. പോലീസ് ഈ കാര്യങ്ങളെല്ലാം ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് എല്ലാം ഇല്ലാതാക്കി എന്നതാണോ, അതല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പോലീസിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണോ? മുഖ്യമന്ത്രി ഞാൻ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല. അത് ഞാൻ ചെയ്യാറുമില്ല. പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞാൽ അതിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം വിമർശിക്കുന്നു എന്ന് തന്നെയാണല്ലോ. എന്നാൽ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഈ സൂക്ഷ്മത പോലും കാണിച്ചില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുക തന്നെ ചെയ്തു. പോലീസ് ധാർഷ്ട്യം കാണിച്ചു എന്നാണ് തൻ്റെ ഫേസ്ബുക്ക് ചുവരിൽ MA ബേബി എഴുതിയത്. പോലീസുകാരെന്ത് ധാർഷ്ട്യ കാണിച്ചത് നിനക്കറിയില്ല, അത് ബേബിയോട് ചോദിക്കണം. ഇപ്പോഴും സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുകയാണ് വിഷ്ണുവിന്റെ കുടുംബം. അതാണ് ചോദ്യം. സർക്കാർ വിഷ്ണുവിനൊപ്പാണോ? അതൊന്നും തിരക്കിനിടയിൽ അങ്ങ് കേട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇത് കേൾക്കാതെ പോകരുത്. സ്വാശ്രയ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ അവസരങ്ങളുടെ ഒരു മഹാലോകം കേരളത്തിന് തുറന്നെങ്കിൽ പോലും അതുണ്ടാക്കി തീർത്ത വലിയ കെണി കേരളത്തെ എങ്ങോട്ട് എത്തിച്ചു എന്ന് ഇന്ന് ഇടിമുറികളുടെ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാനും ആവശ്യമായ നിയമനിർമ്മാണത്തിലേക്ക് ധൈര്യസമേതം ഭരണ പ്രതിപക്ഷം കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ ഒരുമയോടുകൂടി മുന്നോട്ട് പോകുവാനുമുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കണം എന്ന കാലഘട്ടത്തിൻ്റെ ഒരു സമ്മർദ്ദം നമ്മുടെ മുന്നിലുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമസഭാ സ്പീക്കർ പോലും ഇത് പറഞ്ഞിട്ടും ഇടിമുറികൾ എന്ന യാഥാർത്ഥ്യം ആഭ്യന്തരമന്ത്രിയെ സ്പർശിക്കുന്നില്ലെങ്കിൽ ഹാ കഷ്ടം. ഈ കാലഘട്ടത്തിൽ ഇതിൽ കൂടുതൽ വ്യാഖ്യാനം വയ്യ. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.